യുവതാരങ്ങളെന്നൊക്കെ പറഞ്ഞാൽ കോടികൾ മേടിക്കുന്ന ഒരു ഇഷ്ടം പോലെ താരങ്ങളുണ്ടല്ലോ. ഞാൻ പറയുന്നു പൃഥ്വിരാജും ചാക്കോച്ചനും ഒക്കെ അധികാരത്തിലേക്ക് വരണം. ഇവരൊഴിഞ്ഞതിൻ്റെ പേരിൽ ചാക്കോച്ചനും പൃഥ്വിരാജും ഒക്കെ അധികാരത്തിലേക്ക് വരണം. ഒരുപാട് പേരുണ്ട്. ആസിഫ് അലി, അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ സുഹൃത്തായിട്ടുള്ള പൃഥ്വിരാജ് നല്ല ഇമേജുള്ള ആൾക്കാർ അധികാര സ്ഥാനങ്ങളിലേക്ക് വരണം. അതിൽ ഈ എന്താ പറയണത്, അതിന് ഭയങ്കര കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഒന്നുമല്ല നോക്കേണ്ടത്. തമിഴിലൊന്നും അങ്ങനെയൊന്നുമില്ല. തമിഴിലെ ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് നോക്കണ്ട. ഈ ഇങ്ങനെ എക്സ്പീരിയൻസ് നോക്കുന്നൊരു ശീലം അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇതിൽ? എന്താണെന്നറിയാമോ, ഈ നമുക്കൊരു ഷോ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഞാനോ വിഷാരടിയൊന്നുമല്ല, അത് മോഹൻലാലോ മമ്മൂട്ടിയൊക്കെയാണ്. അതുകൊണ്ടാണ് അല്ല ഞാൻ ചോദിച്ചത്, ഇങ്ങനെ അമ്മയുടെ എക്സിക്യൂട്ടീവ് അതിന് അവർ പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ ഒന്നുമില്ല, അവർ വന്നാൽ മതി. അംഗത്വം ഇല്ലെങ്കിൽ ഇതിന്റെ അധികാര ഇതിലോട്ട് വരുമ്പോ ഇങ്ങനെ എക്സ്പീരിയൻസ് നോക്കുന്ന സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, അംഗത്വം എടുക്കുന്നത് അംഗത്വത്തിനല്ല, ഈ അധികാരം ഇതിന്റെ പദവികളിലോട്ട് വരുമ്പോഴത്തേനും എക്സ്പീരിയൻസ് ഒരു മാനദണ്ഡമായിരുന്നോ? ഇല്ല. ഇപ്പം രാജിവെച്ച ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാരിൽ നല്ല ആൾക്കാരുണ്ട്. അത് ഞാൻ പറയുന്നില്ല. അത് അവരുടെ മാന്യത കാണിച്ചു, അവർ പുറത്തേക്ക് പോയി. അതിൽ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് വാർത്തകൾ കണ്ടപ്പോൾ പറഞ്ഞ് 3-4 പേര് രാജിവെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരി അരുണിയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അവരവരുടെ അഭിപ്രായത്തിൽ വന്നു. ഇത് ഭയങ്കര കുഴപ്പമാണ്. ഇതിൽ സിനിമയിൽ നിങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. സിനിമയിൽ ഒരുപാട് പേരുണ്ട്, പക്ഷേ മൈക്കുമായിട്ട് വരുന്നത് എൻ്റെ അടുത്താണ്. അതാണ് കുഴപ്പം. ഞാനത് മര്യാദക്ക് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാണ്. എന്താ പറയുന്നത് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു നല്ല സമിതി ഉണ്ടാക്കുക, അവരെ കൂടെ കൊണ്ടിറക്കുക, ഒരു സമിതിനെ എല്ലാ കാര്യങ്ങളും രക്ഷപ്പെടുക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇടവേള ബാബു എന്ന് പറഞ്ഞാൽ 2 വിളി വിളിച്ചാൽ എനിക്ക് ഫോണിൽ കിട്ടുന്ന ഒരാളാണ്. സിദ്ദിഖിക്ക് എനിക്ക് 2 വിളി വിളിച്ചാൽ ഫോണിൽ കിട്ടുന്ന ഒരാളാണ്. മോഹൻലാലിനെ ഞാനങ്ങനെ വിളിച്ചാൽ കിട്ടുന്നില്ല. ലാലേട്ടനെ എനിക്കങ്ങനെ വിളിച്ചാൽ കിട്ടുന്നില്ല, വിളിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ചാൽ കിട്ടുന്ന ഒരാളായിരിക്കണം ഈ സമിതിയുടെ ഒരു പ്രസിഡൻ്റാക്കാൻ. നമുക്ക് വിളിച്ചാൽ കിട്ടണം, നമ്മുടെ ഒരു കാര്യം പറയാൻ കിട്ടണം. അങ്ങനെ കിട്ടുന്ന ഒരാൾ പ്രസിഡൻ്റായിട്ടിരിക്കണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സമിതിയിലും ചാക്കോച്ചനെ ആക്കാനായിട്ടൊക്കെ ഒരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. ചാക്കോച്ചനെ ഒഴിഞ്ഞ് മാറിയതാണ് എനിക്ക് തോന്നുന്നു. ചാക്കോച്ചൻ രക്ഷപ്പെട്ട് മാറിയതാണ്. പക്ഷെ ചാക്കോച്ചൻ നല്ല ഇതാണ്. രാജു നല്ല ആളാണ്. ചാക്കോച്ചൻ രാജു കൂടി ഇരിക്കട്ടെ. ആസിഫ് അലി, ഞാൻ പറഞ്ഞല്ലോ, വിഷാരടി, അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനത്തെ കുറേ പേരിരുന്നാൽ വളരെ നല്ലതായിരിക്കും. ഈ വലിയ നേതൃത്വം അങ്ങോട്ട് മാറിയിട്ട് ഇവർ ചെയ്യണം, നല്ലോണം ചെയ്യണം. അങ്ങനെ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. കുറേ പേരുണ്ട് കേട്ടോ. ഞാൻ വിഷാരടിന്ന് ലാസ്റ്റ് വാക്ക് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എൻ്റെ കൂട്ടുകാരനായിരുന്നു എൻ്റെ പേരിൽ. അവൻ കുഴപ്പമില്ലാത്ത ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പൃഥ്വിരാജ്, ചാക്കോച്ചൻ ഇങ്ങനെയുള്ളൊരു നേതൃത്വ നിര ഇങ്ങനെ അങ്ങാട് അമ്മയുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഈ പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം നടത്തിയൊരു വാർത്താ സമ്മേളനം ചേട്ടൻ ശ്രദ്ധിച്ചിരുന്നോ? പൃഥ്വിരാജിൻ്റെ വാർത്താ സമ്മേളനം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. പൃഥ്വിരാജ് വാർത്താ സമ്മേളനം നടത്തിയത് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് രാജു ഇതിൻ്റെ നേതൃത്വ നിരയിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.